ഈ ഇൻഡിഗോര പ്രശ്നത്തില് ഞങ്ങളും ബലിയാടുകളായി. ഭയങ്കര ശോകമായ യാത്ര. 1750 രൂപ ഒരു മസാല ദോശക്ക് 270 രൂപ. കിളിമീൻ എന്ന് പറയും, മഞ്ഞക്കോര എന്ന് പറയും. ഒരു തക്കാളി ഇതിന് ഇങ്ങനെ തന്നെ ഇടണം. കുത്തി ഉടയ്ക്കുമ്പോ ചട്ടി പൊട്ടാണ്ട് നോക്കിയോളാം. നമുക്ക് ആവശ്യം കിട്ടിയണ്ട. കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ലെന്ന് ചോദിക്കും സ്വർണ്ണപ്പണിക്കാർക്ക്. അത്രയ്ക്ക് വെറുത്തു. ഇതാണ് മുരിഞ്ഞ് തന്നെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങള് സൂറത്ത്, അഹമ്മദാബാദ് തുടങ്ങിയ പുണ്യ സ്ഥലങ്ങളിലേക്ക് ഇൻഡിഗോയിൽ ബുക്ക് ചെയ്തിട്ട് സരിതയും ധന്യരും കൂടിയിട്ടുള്ള കട തുടങ്ങാനായിട്ട് അവിടേക്ക് കുറേ സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ ആയിരിക്കുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ ഈ ഇൻഡിഗോര പ്രശ്നത്തിൽ ഞങ്ങളും ബലിയാടുകളായി. ഒന്നല്ല 2 വട്ടം പോയി. ഇല്ല, ഒരു വട്ടം പോയില്ല. ഒരു വട്ടം അത് നമ്മൾ പറഞ്ഞല്ലോ വീഡിയോയില്, പുഴുക്കുണ്ടാക്കിയ വീഡിയോയില് പറഞ്ഞില്ലേ. അത് ക്യാൻസലായി. പിറ്റേ ദിവസത്തേക്ക് അവര് വിളിച്ചു. പുലർച്ചെ ഒരു 4 മണി അങ്ങടായപ്പോ വിളിച്ചേ, നിങ്ങളുടെ ക്യാൻസലായി. തലേദിവസം വൈകുന്നേരം വാർത്ത കണ്ടു 200 ഫ്ലൈറ്റ് ഇൻഡിഗോന്റെ ക്യാൻസലായിണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊന്നും നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലല്ല, നമ്മുടെ ആ കൺഫർമേഷൻ ആയിട്ട് തന്നെ കിടക്കണം, ആ കറക്റ്റ് ടൈമിൽ തന്നെയാണെന്ന് കണ്ടേ. അത് കഴിഞ്ഞിട്ട് പുലർച്ചെ 4 മണിക്കാണ് കോള് വരുന്നത്, ഇൻഡിഗോന്ന് ക്യാൻസലായി. ഇതേ ടൈമിൽ തന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് ആക്കട്ടെ എന്ന് ചോദിച്ചു. ശരിയാക്കിക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രി വീണ്ടും 350 ഫ്ലൈറ്റ് ക്യാൻസലാക്കിയിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ ക്യാൻസലായി ഉണ്ടാവും ചോദിച്ചിട്ട് അവിടേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാൻസലായിട്ടില്ല എന്ന് പറഞ്ഞു. ട്രാവൽസിലേക്ക് വിളിച്ചപ്പോട്ടാ, ഇൻഡിഗോയിലേക്ക് വിളിച്ചിട്ട് അവർ എടുക്കണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ നേരെ നെടുമ്പാശ്ശേരിക്ക് ഞങ്ങൾ എല്ലാ കെട്ടും പാണ്ടും പാണ്ടൊക്കെ ആയിട്ട് പോയി. പക്ഷെ ഏത് നിമിഷവും ക്യാൻസലാണെന്നുള്ള കോള് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലും ഞേട്ടയിരുന്നു ഉടനെ. പക്ഷെ വന്നില്ല. ഞങ്ങൾ എത്ര മണിക്ക് ഇവിടുന്ന് പോയേ? 5:30 പോയി. 5:30 ഇവിടുന്ന് പോയിട്ട് അവിടെ വരിയിൽ നിന്നു. അവിടെ ചെന്നപ്പോഴേ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ചെന്ന പോലെ പാണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരാന്തയിലൊക്കെ നിറച്ച ആൾക്കാര് ഇങ്ങനെ ഇരിക്കാകെ തളർന്ന അവസരമായിട്ട് നിറച്ച ആൾക്കാര്. അപ്പോൾ എയർ ഇന്ത്യ മറ്റേ അങ്ങനെ എല്ലാ സാധനങ്ങളിലും അതിലത്തെ ഇൻഡിഗോന്റെ അവിടെ മാത്രം ഭയങ്കര തിക്കും തിരക്കും, വലിയ ക്യൂ ഇങ്ങനെ വരിയായിട്ട് നിൽക്കണ കേട്ടാ നിറയെ ആളുകള്. അപ്പൊ എന്താ വെച്ചാൽ ആദ്യം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടണല്ലേ, അതിന് വേണ്ടിട്ടാണ് വരുന്നിക്കണ. പുറത്ത് കയറിയിട്ടില്ല. അപ്പോ ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്തവരൊക്കെ മറ്റേ ഡിജി ആ യാത്രയില്ലേ അതൊക്കെ വഴി ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ ഉള്ളിൽ കയറി. അപ്പോൾ ലീലാമണി ചേച്ചി പറയുന്നുണ്ട് നമുക്കും അതുവഴി മറ്റേ ബോർഡിംഗ് പാസ് എടുത്തെങ്കിൽ ക്യൂ നിൽക്കാണ്ട് നമുക്കും കയറായിരുന്നു എന്നൊക്കെ. പക്ഷെ ആ കയറിയവരുണ്ട് പിന്നെയും വരുന്നു. അവർ ഉള്ളിൽ ചെന്നപ്പോ അവരുടെ അടുത്ത് മറ്റേ ചെക്കിങ്ങിന് ചെന്നപ്പോ അവരുടെ അടുത്ത് പറഞ്ഞു ഈ വരിയിൽ പോയി നിൽക്കാൻ. അതായത് ആദ്യം ഫ്ലൈറ്റ് ഉണ്ടോന്ന് അറിയണ്ടേ. എന്നിട്ട് ഫ്ലൈറ്റും ഒക്കെ അതായത് കാലത്ത് 9:15 2:30 പറഞ്ഞു. 2:30 സാധനത്തിന് ഉറപ്പില്ല. ഡിലേ ആണെന്ന് പറഞ്ഞു അവര് ചെന്നപ്പോ. 2:40 കാണിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഈ ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് നേരെ സൂറത്തിലേക്ക് ഇല്ല. ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ സൂറത്തിലേക്ക് പോകണം. അപ്പൊ രാവിലെ 9:15 നമ്മുടെ ഫ്ലൈറ്റ്. 9:15 പോയി കഴിഞ്ഞാൽ 12:30 പിന്നെ 12:30 അവിടെ നിന്ന് സൂറത്തിലേക്കുള്ള ഫ്ലൈറ്റ്, സൂറത്തിലേക്കുള്ള ഏട്ടാ. അപ്പോ ഞങ്ങൾ ഇതിട്ട് ഓൺലൈൻ നോക്കിയപ്പോ 9:15 കൊച്ചിന്ന് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ഉച്ചതിരിഞ്ഞ് 2:40 പക്ഷെ ബാംഗ്ലൂർ സൂറത്തിലേക്കുള്ളതിന് ടൈം മാറ്റില്ല. അത് 12:30 തന്നെയാണ്. പക്ഷെ 12:30 അത് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടാം. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് 2:40 പോവുള്ളൂ. അപ്പൊ ഇത് ശരിയാവില്ല. വേറെ ആ സമയത്തേക്ക് വേറെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. എന്തായാലും ക്യൂ നിൽക്കുന്ന ക്യൂ നിന്ന് ക്യൂവിന്റെ കാര്യമാണ് അതിൽ വലിയ കോമഡി. ഞങ്ങളുടെ എന്ത് ഇത് 1 മണിക്കൂറായിട്ട് ഞങ്ങൾ നിക്കണോടൊന്നും 1 ഇഞ്ച് നീങ്ങണില്ല. ആളുകളെ വന്ന് കേറുന്നുണ്ട്. എന്റെ ബാക്കിലൊരു ഇംഗ്ലീഷുകാരാന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് അല്ല അവര് പറയണം. അയാൾക്കാണ്ട് കലി വരുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ഈ വരിക്ക തിരിച്ചിട്ട് നിൽക്കുന്നത് ആളുകള് ഇടയിലിടയിൽ കയറാം, ഓരോരുത്തർ അവിടെ കയറാം. പിന്നെ അവസാനം ഗതി കേട്ടിട്ട് അയാള് ഈ കൗണ്ടറിന്റെ അവിടെ ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിന്നു. പിന്നെ ഇടയിൽ കയറാൻ ഒരാളെ സമ്മതിച്ചില്ല. അതായിരുന്നു ഞങ്ങള് രക്ഷപ്പെട്ടു. ഈ ക്യൂവില് മാത്രല്ല ഒറ്റ ക്യൂവിലും എവിടെയും കാണാൻ പറ്റും. അത്രയും ഹൈറ്റാ. 16 അടി വീരണ്ടാള്. എന്തിനാണ് ക്യൂ ഇത് ബ്രേക്ക് ചെയ്യണേ? എന്തിനാണ് ലൈനിൽ പോയി നിൽക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ആളെ 2 ക്യൂ ഉണ്ട്, 2 വരിയുണ്ട്. അപ്പൊ അപ്പുറത്ത് ആ വരി കൂടെ അതിൽ വന്നാലും അവരും തടയാള്. അങ്ങനെ അതിനുശേഷമാണ് ക്യൂ ഞങ്ങളുടെ ഞങ്ങൾക്ക് പൈസ അതായത് വിമാനം ക്യാൻസലാക്കി ഞങ്ങൾ. അല്ല ഡിലേ ആണെന്ന് പറഞ്ഞു. 9:15 ഫ്ലൈറ്റ് 2:40 പക്ഷെ
2:40 ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോയാൽ ബാംഗ്ലൂരിൽ നിന്ന് സൂറത്തിലേക്ക് ഫ്ലൈറ്റ് ഒന്നുമില്ലായിരുന്നു, അത് ക്യാൻസലായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തിനാ ബാംഗ്ലൂർക്ക് പോണേ? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് തരാൻ പറ്റുമോ, എന്നിട്ട് പൈസ റീഫണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അത് ചെയ്തു. റീഫണ്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് എന്ന് പറഞ്ഞിട്ട് സീൽ വെച്ച് തന്നു. ഞങ്ങൾ ഇങ്ങോട്ട് അവിടത്തെ ഹോട്ടലിലേക്ക് കയറി മസാല ദോശയും കഴിച്ചു. 1750 രൂപ. എന്നിട്ടാ മോനെ ഭയങ്കര ശോകമായ ഒരു യാത്ര. പക്ഷെ മസാല ദോശ വടയും കഴിച്ചാൽ എന്നാലും നമ്മൾ പുലർച്ചെ 3:30 കേട്ടിട്ട് ഒരു മസാല ദോശയും വട കഴിക്കാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 4 പേര് മസാല ദോശ. ഒരു മസാല ദോശക്ക് 270 രൂപ. വെറുതെ ആവശ്യമില്ലാണ്ട് നെടുമ്പാശ്ശേരി വരെ പോയി മസാല ദോശ കഴിക്കാൻ പോയി. അതാണ് ഞങ്ങൾ എന്നിട്ട് അത് എവിടെ കഴിക്കാൻ പറയും. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടിയും ബാണ്ടൊക്കെ ഇട്ട് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് തന്നെ അവര് പോയില്ലേ. പിന്നെ നമ്മള് പോണേ. അപ്പൊ അത് വഴി നിർത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചു പോകും. പിന്നെ നല്ല വിശപ്പായി. പുലർച്ചെ 4:30 ആ സമയത്ത് എണീറ്റതല്ലേ. എന്നിട്ടേ നമ്മള് ഇനി ടിക്കറ്റ് വേറെ വിമാനത്തെ എയർ ഇന്ത്യയിൽ പോവാന്ന് ചോദിച്ചിട്ടേ 42,000 രൂപ ഒരാൾക്ക്. അതായത് 4 പേർക്ക് കൂടിയിട്ട് 31,000 4 പേർക്ക്. ഇത് ഒരാൾക്ക് 42,000 അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ചാൻസ് മുതലെടുക്കുക. ബാക്കി ഫ്ലൈറ്റ് കമ്പനി അവസാനിപ്പിച്ച് പരിപാടി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞങ്ങളുടെ അതായത് പോകാനുള്ള സമയമായിട്ടില്ല മനസ്സിലായി. ഒന്നാമത് അവിടുത്തെ സാധനങ്ങളൊക്കെ വളരെ മോശമായിരിക്കും. സുഹൃത്തുക്കളെ നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല. നമുക്കിപ്പോ അത് എടുക്കാൻ യോഗ. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സമാധാനിക്കാം. ഇപ്പൊ പറഞ്ഞു വന്ന എന്താ അവിടെ തിരിച്ചു പോകുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ കൂട്ടാൻ വെക്കാൻ പോവാണ്. അല്ല നമ്മുടെ ലീലാമണി ചേച്ചീനൊക്കെ എല്ലാവരും കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ടാവേ നമ്മള് പർച്ചേസിങ്ങിനൊക്കെ പോയിന്ന്. അപ്പൊ പോവാൻ പറ്റിയില്ല എന്നാണ് ആ കഥയാണ് ഈ പറയണേ. അതന്നെ അങ്ങനെ പോയി ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി ജനുവരി 1st വീക്കിലേക്ക് മാറ്റി യാത്ര. അപ്പോഴേക്ക് ഫ്ലൈറ്റിന്റെ പ്രതിസന്ധിയൊക്കെ തീർന്നു വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ട്രെയിനിൽ പോകാൻ വെച്ചിട്ടേ രാജധാനിയിൽ പോകാൻ വിചാരിച്ചു. അപ്പൊ ട്രെയിനിൽ പോകാൻ നോക്കിയപ്പോഴേ ഭയങ്കര അതിലും ഈ ഫ്ലൈറ്റിന്റെ പ്രശ്നം കാരണം എല്ലാവരും ട്രെയിനിന്റെ യാത്രയിലേക്ക് തിരിഞ്ഞു. അപ്പോ ഫെബ്രുവരി വരെ ഒറ്റ ടിക്കറ്റ് ഇല്ല. അതൊക്കെ മാറും. ഇപ്പൊ 2 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ക്ലിയർ ആവും. അങ്ങനെ കേട്ടിരിക്കണു. അപ്പൊ എന്ത് കാര്യവും നമ്മൾ എത്രക്ക് പ്ലാൻ ചെയ്തും എത്രയൊക്കെ അതിന് തിരക്ക് പിടിച്ചാലും ഒന്നും കാര്യമില്ല. അതാ നടക്കണ സമയമാകുമ്പോ തന്നെ നടക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ല അല്ലേ. പറഞ്ഞു കൊടുക്ക്. കുടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ്ട കിളിമീൻ എന്ന് പറയും, മഞ്ഞക്കോര എന്ന് പറയും, പിന്നെ പുതിയാപ്ലക്കോര കോഴിക്കോടാ. അതെനിക്കറിയില്ല. ഒരു റെസിപ്പി ഒരാൾ അയച്ചു തന്നത് ഒരു വീഡിയോ. അത് കണ്ടപ്പോ തന്നെ ഭയങ്കര തോന്നി. നമ്മൾ സാധാരണ മീൻകറി വെക്കണ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനും ആവശ്യമുള്ളൂ. അത് ഇടണ ഓർഡറിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഉള്ളു. അപ്പൊ കാണുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അപ്പൊ അത് വെക്കാൻ എന്നിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിയിലേക്ക്. ഇത്തിരി വെളിച്ചെണ്ണ മതി. എന്നിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു തക്കാളി. ഇതിന് ഇങ്ങനെ തന്നെ ഇടണം. ഇതെന്താവും എനിക്കറിയില്ല കേട്ടാ. അതിൽ നല്ല എയിമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തൊലിയൊക്കെ ഒന്നും ഇങ്ങനെ വിണ്ട് വരും. അതുവരേക്ക് ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നതിനെ ആവണം. പൊട്ടി തെറിക്കൂട്ടാ, പ്രശ്നമാണ്. ഞാൻ ഈ മീനുകളൊന്ന് വരയുണ്ട് വരയെന്നാ പറഞ്ഞ. ഇത് ഭയങ്കര വലിപ്പമുള്ള മീനാണെങ്കിൽ കഷ്ണാക്കാം. ചെറുതാണെങ്കിൽ വലിപ്പം കുറവാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. ഇടത്തരാകുമ്പോ വരയാം. അപ്പൊ ഞാൻ ഇത് വെൽഡുകളൊക്കെ വറക്കാം. നമുക്ക് കുറെ സ്ഥലത്ത് ഇന്നല്ലേ ഇലക്ഷൻ. തിരുവനന്തപുരം, എറണാകുളം തൊട്ടിട്ട് തിരുവനന്തപുരം, തൃശ്ശൂർ തൊട്ടിട്ട് കാസർഗോഡ് വരെ മറ്റന്നാ. ഇതിന്റെ തൊലിയൊക്കെ കണ്ട അങ്ങനെ അടർന്ന പോലെ ആയില്ലേ. ഈ സമയത്ത് നമുക്ക് ഇതിന് എടുക്കാട്ടാ. ഇനി ശരിക്കും ഉലുവ വറുത്തു പൊടിച്ച പൊടിയാണ് ഇടണ്ടേ. അതിനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വറുത്ത് പൊടിക്കാൻ നിൽക്കണ്ട. അത് കാരണം ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ തന്നെ ഉലുവ 2 മണി ഇടാണ് കേട്ടോ. ഇനി അതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ അങ്ങനെ തന്നെ ഇട്ടു. ഇഞ്ചി മാത്രം കുറച്ചൊന്ന് ചെറിയ കഷ്ണാക്കാം. ഇതൊരു 5 മിനിറ്റ് സമയം ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് കിടക്കട്ടെ. കഴുകി വെച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി വെറുതെ ഞാൻ കഴുകുന്നു മാത്രം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ നമ്മൾ മാറ്റി വെച്ചില്ലേ ഈ
ഉരുളക്കിഴങ്ങൊക്കെ എന്റെ വായില് തക്കാളിയുടെ തൊലി ഇങ്ങനെ കളയാട്ടാ. സുഖമായിട്ട് ഇങ്ങനെ പോരും, പക്ഷെ ചൂടുണ്ടെന്നുള്ളൊരു കുഴപ്പമുള്ളൂ. അടിപൊളി. ഇങ്ങനെയായി. അപ്പോൾ അതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ സാധനം തക്കാളി ഇട്ടു, തൊലി കളഞ്ഞു വെച്ചത്. കുത്തി ഉടയ്ക്കുമ്പോൾ ചട്ടി പൊട്ടാണ്ട് നോക്കിയോളാം. അതിന് ഒരു വഴിയുണ്ട്. മറുക് ഇതിനെ കത്തി കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പീസുകളാക്കിയാൽ മതി. ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴറ്റൊന്നും വേണ്ട, എന്നാലും കുറച്ച് സമയം ഇതിലൊന്ന് കിടക്കണം. ഇതെടുക്കാണ് കേട്ടാ. അത്യാവശ്യം ചുമ വരുന്നുണ്ട്. മുളകിന്റെ കുത്ത് ചട്ടി എടുത്ത് പുറത്തേക്ക് എടുത്ത് വയ്ക്കണേ. ഇത് അരച്ചിട്ട് വേണം, ഇത് അരക്കണം. ഇനി ഇത് ചട്ടി ചൂടാണ്ട് ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഭയങ്കര കുത്ത്, ഭയങ്കര ചുമ. ഇതിനി അരച്ചെടുക്കണം. നല്ല സുഖാട്ടാ, തൊടുമ്പളേക്ക് ഇങ്ങനെ പോവും. എല്ലാ കൂട്ടാനും ഇങ്ങനെ തേക്കിയാൽ സുഖമല്ലേ. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒത്തിരി വഴന്ന് ഇത്തിരി പകുതി വേവായിട്ടിരിക്കണോണ്ടേ തൊട്ട് കൊടുത്താൽ മതി. തൊടുമ്പഴേക്ക് ഇങ്ങനെ അതിങ്ങനെ അലിയണ പോലെ. സരിത അരക്കട്ടെ. അപ്പോഴേക്കും ഞാൻ കൂട്ടാൻ വയ്ക്കാനുള്ള മീൻ എടുത്തിട്ടേ ബാക്കിയുള്ള വറക്കാൻ വെച്ചിട്ടാ. അപ്പം അതിൻ്റെ അതൊന്നുമില്ല, വറക്കലൊന്നുമില്ല. വളരെ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും മാത്രം ഈ വെളിച്ചെണ്ണ ആക്കിയിട്ട് പറ്റി വയ്ക്കുക. മുളകൊന്നും പിടിക്കില്ലോ. ഒരാള് കുറെ വട്ടായി പറയുന്നത് മീൻ ചട്ടിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചട്ടിയിലാണ് ഇപ്പൊ ആക്കണത്. ചട്ടി കഴുകണതും എല്ലാതും ചട്ടിയില. പണ്ട് ചട്ടിയിൽ തന്നെയല്ലേ, വേറെ ഒരു സ്റ്റീൽ പാത്രത്തുമ്പോ പോലും തൊടിപ്പിക്കില്ലേ മീൻ. ഇല്ല. പിന്നെ ഇപ്പൊ ചട്ടികൾ ഇപ്പൊ ആരാണ് വീട്ടിലെടുത്ത് വെക്കുന്നത്? എല്ലാവരും വെക്കില്ലോ ചട്ടികള്, എല്ലായിടത്തും ഉണ്ടാവില്ലോ. അല്ല, മീനിന് മാത്രമായിട്ട് ചട്ടികളൊക്കെ എടുത്ത് വെക്കുമല്ലോ. മീന് മാത്രമായിട്ടല്ല, ചട്ടി ഉണ്ടാവില്ല എന്തായാലും വീട്ടില്. കഴുകും. ഇതിലത്തെ പകുതി മീനാണ് നമ്മൾ വറക്കാൻ. അപ്പോൾ കുറച്ച് മുളക് പൊടി കൂട്ടി വയ്ക്കാൻ. ഇത് ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. നമ്മുടെ സാധാരണ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ഇത്. ഈ ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ മാറ്റിട്ട് ഞങ്ങള് ഇനി മറ്റേ എന്തായാലും വാങ്ങിച്ചത് കഴിഞ്ഞിട്ടാ. പിന്നെ ഒരു പൊട്ട് വെളിച്ചെണ്ണ കട. ഇതിൽ വറക്കാനുള്ള മീനുകൾ എടുത്ത് കഴിഞ്ഞു, വലിയ മീനുകൾ മാത്രം. ചില സമയത്ത് വണ്ട മഞ്ഞക്കോരകൾ കിട്ടും. ഇല്ല സരിത, മഞ്ഞക്കോര വറക്കണതാ രസം. അതന്നെ, 4 മതി. ബാക്കിയൊക്കെ ഒരേ ലെവലുള്ള മീനുകളാണ് സരിത. 4 മീൻ വറുത്താൽ മതി. മതി. പറ്റി വയ്ക്കാം. അടിപൊളിയായിട്ട് പറ്റി കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഞങ്ങൾ തീ കത്തിച്ചു. ഈ അടുപ്പിൽ തീ കത്തിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭയങ്കരമായ ശബ്ദം കാണും, കിടുകിടുന്നുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പോൾ എന്തുട്ടാന്ന് സംശയം എലിയാവെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ എലിയാവെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഒരു അടപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിയോടെ എലി ഇതിങ്ങനെ ഒറ്റ വര വന്നു. വാണം വെച്ചപ്പോൾ ഈ തീൻ്റെ ഉള്ളിയോടെ തന്നെ വന്നത്. അഗ്നിശുദ്ധി വരുത്തിയ എലി. പക്ഷെ ഞങ്ങൾക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ആ എലി പോണതും അത് യൂട്യൂബ് നമുക്ക് കോപ്പി എന്താ പറയുക, സ്ട്രൈക്ക് തരും അല്ലേ. ജീവജാലങ്ങളോട് ഉപദ്രവം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെറിയ ജീവികളൊക്കെ നമുക്ക് കാണിക്കാൻ പാടും. സരിത, ഉറുമ്പുകളൊക്കെ ഞാൻ കൊല്ലുന്നത് കാണിക്കുന്നതല്ലേ. അതെ, യൂട്യൂബിന് കുഴപ്പമില്ല. ഉറുമ്പിന് കോഴിയുടെ കാലുമ കെട്ടണത് ഇതൊക്കെ കുറ്റകരമാണ്. കഥയില്ലേ അങ്ങനത്തെ? കോഴിയുടെ കാലും കെട്ടണതോ? അല്ല, കോഴിയുടെ കാല് കെട്ടണ കഥയല്ലേ. ഉറുമ്പിനെ ഒരു രാജാവേ പണ്ട് ഒരു കഥയുണ്ട്. രാജാവ് വേട്ടയാടാൻ കാട്ടിയോടെ ഇങ്ങനെ പോവാണ് കുതിരവണ്ടിയിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറുമ്പുകളുടെ ഒരു പറ്റം ഇങ്ങനെ അങ്ങോട്ട് വരിയായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ രാജാവ് നിർത്താൻ പറഞ്ഞു.
രഥം നിർത്തിയപ്പോൾ ആ ഉറുമ്പുകളുടെ കൂട്ടം അങ്ങോട്ട് പോയി അവസാനിക്കുന്ന അവരുടെ രാജാവ് കാത്തു നിന്നു. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് നയം. അതിൽ ഈ രാജാവ് പോണത് കാട്ടില് വേട്ടയാടാനാണ് പോണത് കേട്ടാ. അതറിയില്ലേ രാജാവ് അതിനാണ് പോണേന്ന്. ഇത് ഞാൻ മോറൽ സയൻസിൽ പഠിക്കേണ്ടായിരുന്ന കഥയാ. നമ്മളെ അങ്ങനെ ഭയങ്കര നന്മ, ധർമ്മം, ന്യായം, നീതി, സത്യം, ദയ, കരുണ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല ഗുണങ്ങളില്ലേ, അതിന്റെ കഥകളായിരിക്കും ഈ മോറൽ സയൻസിൽ ഉണ്ടാവുക. ശിബിര കഥ കേട്ടിട്ടുണ്ട്. ശിബി രാജാവിന്റെ കഥ, പ്രാവിന്റെ തൂക്കം ഇറച്ചി വെച്ചിട്ട്. അയ്യാ കഥ ഒന്നും എനിക്ക് ഓർമ്മയില്ലേ. അത് ആള് ഭയങ്കര ദയാലുവാണ്. അയാളുടെ ദാനധർമ്മി കുറെ കാര്യങ്ങളുണ്ട്. ദയാലുവാണ് ആള്. ദാനം അല്ലേ, ദാനം വേണ്ട. അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടി ദൈവം വരും. പരീക്ഷത്ത് അല്ല ആര് വരും? ദൈവം വരും. വേഷം മാറിയിട്ട് പ്രാവിന്റെ രൂപത്തിലല്ലേ? അല്ല, ഒരു പ്രാവ്, ആ പ്രാവിനെ കൊല്ലാനായിട്ട് ഒരു പരുന്ത്. പ്രാവ് രാജാവിന്റെ കാൽക്കലോന്ന് അഭയം ചോദിക്കും. അപ്പൊ പ്രാവിനെ രാജാവ് രക്ഷിക്കും. പക്ഷെ പരുന്ത് വന്നിട്ട് പറയും, എന്റെ ഭക്ഷണമാണത്, ഞാൻ പിന്നെ എന്തിനു തിന്നാ, എനിക്ക് അതാണ് കഴിക്കാനുള്ളത്, പിന്നെ ഞാൻ പട്ടിണിയോടും ചാവില്ല. അപ്പൊ ശരിയാണ്, പരുന്തിന്റെയും കാര്യം പറഞ്ഞത് ശരിയാണ്, പ്രാവ് ജീവൻ രക്ഷിക്കാൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ചോദിക്കും, എന്റെ മാംസം മതിയോന്ന് ചോദിക്കും. പകരം മതി, ഈ പ്രാവിന്റെ തൂക്കത്തിനുള്ള മാംസം തന്നാ മതി എന്ന് പറയും. ത്രാസൊക്കെ കൊണ്ടുവന്ന് രാജാവിന്റെ തൊടയമെന്ന് മാംസം അറുത്തെടുത്ത് വെക്കും. അപ്പുറത്തെ ഇതില് പ്രാവിനെ വെക്കും, ഇപ്പുറത്തെ ത്രാസിന്റെ. പക്ഷെ എന്തോരിറച്ചി മുറിച്ചു വെച്ചിട്ടും പ്രാവിന്റെ തട്ട് പൊന്തിയിട്ട് തന്നെ നിക്ക. അത് ആഴല്ലേ, അപ്പഴല്ല ഒപ്പാവണ്ടേ. സോറി, പ്രാവിന്റെ തട്ട് താന്നിരിക്കുക, ഒപ്പാവണ്ടേ. പ്രാവിന്റെ തൂക്കത്തിനുള്ള ഇറച്ചി ആവണില്ല. അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്തുണ്ടായി, ദൈവം പ്രത്യക്ഷപ്പെടല്ല ചെയ്യാൻ, ദൈവം സംപ്രീതനായി. അങ്ങനെ ഒരു കഥയുണ്ട്. അല്ല, അങ്ങനെ കുറെ കഥകളുണ്ട്. ഈ ഗുണപാഠങ്ങളായിരുന്നു കണ്ടമാനം. അങ്ങനത്തെ കഥകളാണ് ഈ മോറൽ സയൻസിൽ ഉണ്ടാവുക. അപ്പൊ അതുപോലത്തെ ഒരു കഥയായിരിക്കും ഉറുമ്പുകളെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്. ഉറുമ്പിന് പിന്നെ ചോരയൊന്നും കാണില്ല, അതിന് യൂട്യൂബിന് കുഴപ്പമില്ല. എന്തോരം ഉറുമ്പിനെയാ ചേട്ടനെ കടിക്കണ ചേട്ടൻ ക്യാമറ മുന്നിൽ 2 കഷ്ണാക്കി കാണിക്കും. ഒരു തവണ നമ്മള് മറ്റേ ഷൊർണ്ണൂർ കുളപ്പുള്ളിയിൽ പോയിപ്പോ അവിടെ ഒരു മറ്റേ ഈ എന്തൊരു ഉറുമ്പെന്ന് പറയുന്നേ, ഒരു കൂട്ടം, ഒരു വലിയ ഇലകളുടെ നിറഞ്ഞ എന്തൊരു, ആ ഉറുമ്പിന്റെ പേരുന്ന പുളിയുറുമ്പ്. പുളിയുറുമ്പിന്റെ ഒരു കൂട്ടത്തിനെ അടിച്ചുപോ പറ്റങ്ങടെ കൊണ്ട് വന്നു ആക്രമിച്ചു. അല്ല, അത് കുഴപ്പമില്ലെന്നുണ്ട്, ഉറുമ്പുകളെ കുഴപ്പമില്ലെന്നുണ്ട്, ഉറുമ്പുകളെ യൂട്യൂബിന് കുഴപ്പമില്ലെന്നുണ്ട്. ഇതുകൊണ്ട് വലിപ്പുള്ള ജീവികളാവും തോറാണ് കുഴപ്പം വരുന്നത്. അത് ആരൊക്കെ ചെയ്യാറായില്ല. അപ്പൊ ആ സാധനങ്ങളൊക്കെ അരച്ചു വെച്ചു. ഇനി വീണ്ടും ചട്ടി ഒന്ന് കഴുകിട്ടാ, എന്നിട്ട് അടുപ്പത്ത് വെച്ചു നമ്മൾ. ഞാൻ അടുത്ത പരിപാടി ഞാൻ അതിൽ ചെയ്യാൻ പോവാ, മീൻ മറക്കാനായിട്ട്. ഇനി നമ്മള് ഒരു ഈ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാണ് കേട്ടാ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി തോന്നുന്നുണ്ട് കേട്ടാ. കടുകിടുന്നു. കടുക് പൊട്ടി കഴിഞ്ഞു. അപ്പം ഇത്തിരി ഉലുവിട്ടു. എനിക്ക് 2 വേപ്പില. ഇനി നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ അത് ഇടാണ് കേട്ടാ. ഭയങ്കര തീവണ്ടാ. പുകയില്ലാത്ത അടുപ്പിലേ ചിരട്ട തീങ്ക തീയാൻ പാടില്ലാണ്. അല്ല, ഇതിലൊരു എണ്ണയില്ലേ, ചിരട്ടയിലൊരു ഓയില്, അത് ഈ കുഴലില് പോയിട്ട് അടഞ്ഞിട്ടൊക്കെ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അധിക സമയം വഴറ്റൊന്നും വേണ്ട, കുറച്ച് നേരം ഇങ്ങനെ ആക്കിയിട്ടൊന്ന് വെളിച്ചെണ്ണ തെളിയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുടപ്പുളി, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അയ്യോ, ഇത് കഴുകി ഒഴിക്കരുത്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് മീനിടാം. ഉപ്പിടണം. ഉപ്പിടാം അല്ലേ? ഉപ്പിടാൻ പോട്ടെ ഞാൻ.
മീൻ വറക്കാനായിട്ട് നമ്മുടെ ദോശക്കല്ല് നമ്മൾ അടുപ്പത്ത് വെച്ചു. എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? അതിലല്ലേ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഏല കരിയും ആകെ പെട്ടെന്ന്. ആ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്ര ചേട്ടാ? അല്ല എന്നാലും ഒരു ചെറുതായിട്ട് ഇപ്പൊ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ? ചെറുതായിട്ട് അതൊന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടായിരുന്നുള്ളത്. ഇപ്പൊ എന്തോരം വെളിച്ചെണ്ണ? ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതെ ഇനി എല്ലാത്തിനും മീത വയ്ക്കും. എടാ വാഴല വയ്ക്കും. ശരി ഏതാ വാഴല ശബ്ദം? ഇങ്ങനെ നമ്മുടെ പരട്ടി വെച്ച മീൻ എടുക്കുന്നു. വെളിച്ചെണ്ണ ഒഴിക്കണ്ട ഇലയില്? ഇലയിൽ പൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇലയിലല്ല വേണ്ടത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലൊന്ന് വറക്കുമ്പോഴല്ലേ അല്ലേ മതിയേട്ടാ. ആ അധികം വെളിച്ചെണ്ണ കാണുമ്പോ അങ്ങനെ തോന്നിക്കുന്നതാ. ഇതാ മീൻ വെക്കുന്നുണ്ടോ? അല്ല വാഴലും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും. ഇതിനെവിടെ ഇരിക്കും ഞാൻ. അടിപൊളി ഏറ്റ പരിപാടി. അപ്പോൾ ദേ തിളച്ചൂട്ടാ. അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ വരഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞക്കോര മഞ്ഞക്കോരയാണ്. പുയ്യാപ്പിള ഇത് നല്ലോണം സെറ്റ് ആവട്ടെ ഇതിലിടുന്നു. പിന്നെ ഇതിൽ ഈ സമയത്ത് 2-3 പച്ചമുളക് കീറിയിടണം. പിന്നെ ഒന്നും വേണ്ട, പച്ചമുളക് കീറിയത് മതി. അതിലെടുത്ത് തിളക്കട്ടെ. നമ്മുടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. കൂട്ടാൻ മനോഹരമായി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോറുണ്ട്. അതിനിപ്പം ഈ ഈ ഈ കൂട്ടാനും കൂട്ടിയിട്ട് നമ്മുടെ കൊള്ളിരി കപ്പ, നമ്മുടെ വീട്ടിൽ കപ്പേൻ്റെ ഇല്ല, അത് പറിച്ചിട്ട് അതും കൂട്ടി വെച്ച് കഴിച്ചിട്ട് ഞാൻ എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് പൊള്ളി കനലുകൊണ്ട്. എങ്ങനെ? കനലുകൊണ്ട് പൊള്ളി പറിച്ചിട്ട് വേഗം വരാം നമുക്ക്. നമ്മുടെ കൊള്ളി വെണ്ണ പോലത്തെ കൊള്ളി. കൊള്ളി കടയ്ക്കാൻ തോരേണ്ടത് നമുക്കൊന്നും അറിയില്ല കേട്ടാ. നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരിക്കൽ പ്രതീക്ഷിക്കരുത് ഒരു കൂട്ടാൻ. കണ്ടില്ല ഇവനൊക്കെ ഒന്നും അത്രയ്ക്ക് ആരോഗ്യമില്ല. നമുക്ക് ആവശ്യം കിട്ടിയണ്ട ഇത്ര മതി നമുക്ക്. ബെസ്റ്റ് കൊള്ളി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കൊള്ളിയാണ് കേട്ടോ അത്. ഈ 3 മതി നമുക്ക്. പോവാ. കണ്ട വെയിലിൻ്റെ ചൂട് എത്രമാത്രം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ കാബേജ് വാടി നിൽക്കുന്നുണ്ട. കാലത്ത് നനച്ചാണ്. അത്രയ്ക്ക് ചൂടാ. താങ്ങാൻ ശേഷിയിട്ടാണ് അവർ തളർന്ന് കിടക്കുന്നത് ഒക്കെ. ഈ കൊള്ളി പച്ചവടയും തന്നെയാട്ടാ. അതെ നമുക്ക് കൃത്യമായിട്ടുള്ള കടയിൽ നിന്ന് കൊള്ളി കിട്ടി നോക്കിയേ. കറക്റ്റ് നമുക്ക് ആവശ്യത്തിന്. മീൻ്റെ മണം അങ്ങോട്ട് കൊള്ളി പറഞ്ഞിടത്തി വരുന്നു. ഇവിടെ സെൻട്രൽ തായൊന്നും ഞാൻ നോക്കിയപ്പോ അതായിണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പൊ ചിലപ്പായിട്ടുണ്ട്. എന്തൊരു സുഖല്ലേ. നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടാ. മീനൊരു പരിക്കും വരില്ല കേട്ടാ, കരിച്ചിലും വരില്ല. കാണുമ്പോ തന്നെ ലക്ഷ്മി ചേച്ചിനെ വീണ്ടും വീണ്ടും സ്മരിക്കുന്നു ഈ അവസരത്തിൽ. കൂട്ടാൻ നന്നായി തിളക്കിട്ടാ. സാധാരണ കൊള്ളി മറ്റേ ഈ മഞ്ഞക്കോരയ്ക്കൊന്നും കൊള്ളിയും കൂട്ടിയിട്ട് കഴിക്കില്ലേ സരിത? വെട്ടുമീൻ, പിന്നെ ഏട്ട, അങ്ങനത്തെ മീനുകളല്ലേ. പിന്നെ ചൂര, ചാള, ചൂര, കൂർക്കും കൊള്ളി അല്ല കൂർക്കും ചാളയൊക്കെ ഫേമസാ. അല്ല ഈ കൊള്ളിക്ക് കഴിക്കുന്നത് ആദ്യമായിട്ട് മഞ്ഞക്കോരയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത്. ഇത്ര കൊള്ളി മതി. പറച്ചത് മുഴുവൻ എടുത്തില്ലേ? പറച്ചും കൂടെ എടുത്തു. ആ മീൻ മറക്കണതാണ് മാറ്റി കഴിഞ്ഞാലേ കൂട്ടാൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളി അങ്ങോട്ട് അടപ്പത്തണ്ട് വയ്ക്കുക. ഈ കൊള്ളിക്ക് ഒരൊറ്റ തള മതി. ഒറ്റ തള ഒരു സ്വല്പ നേരം. ദീപാലാലുവിനല്ല മീൻകറിയും ചോറും ആളെന്ന് പറഞ്ഞത് ദീപാലാലു സന്ധ്യ ബിജു മക്കള് കളിയാക്കെന്ന് പറഞ്ഞത്. അതെ. ചിലവർ അങ്ങനെയാ. മീൻ കൂട്ടാൻ കിട്ടി കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
അവർക്ക് വേറെ ഒന്നും വേണ്ട. ഓരോരുത്തർക്ക് ഓരോ ഭക്ഷണശീലങ്ങളുണ്ട് കേട്ടാ. സരിത, രവീന്ദ്രനാഥ ടാഗോർ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒരു കഷ്ണം അലുവ തിന്നുന്നു എല്ലാ ദിവസവും. സിനിമ അക്ഷയകുമാർ വൈകുന്നേരം 6 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. വൈകുന്നേരം അതെല്ലാ ദിവസവും ശീലമാണ്. അതിന് ശേഷം ഒരു ഭക്ഷണം കഴിക്കില്ലാണ്. അല്ല, ഓരോരുത്തർ ആരോഗ്യശീലങ്ങളെ നമ്മൾ സാധാരണ ഏറ്റവും നല്ല ശീലമായി 6 മണി കഴിഞ്ഞ സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്ന് പറയണതേ ഏറ്റവും നല്ല ആരോഗ്യശീലം അത്ര. പിന്നെ കിടന്നുറങ്ങാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് വയറ് നിറഞ്ഞു. നമ്മൾ രാത്രി 11 മണിയാകുമ്പോഴാണ് തൃശ്ശൂർക്ക് ആളുകളെ ഹോട്ടലുകളിലേക്ക് പോയിട്ട് മൂക്കുമുട്ട അടിച്ച് വരിക, തട്ടുകടകളിൽ പോവുക. ഞങ്ങള് പണ്ട് സ്വർണ്ണപ്പണി ഉണ്ടായിരുന്ന സമയത്തിട്ടാ, ഇവിടെ സ്വർണ്ണപ്പണി പണ്ട് ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും രാത്രി പണിയാണ്. രാത്രി പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രാത്രി പണി എന്നല്ല. നമ്മൾ ഈ ഓരോരുത്തർക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി 2-12 മണി വരെ 1:30 വരേക്ക് ഉണ്ടാവുക. ഇടയിൽ നല്ല ഉറങ്ങാൻ സമയം കിട്ടും. ഇതങ്ങനെയല്ല, ഇത് അവസാനിക്കില്ലേ. നേരം വെളുക്കണ വരെയാണ് പണി. നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വീണ്ടും 5:30-6 മണിയോടുകൂടി ആ പണി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 4 മണി പുലർച്ചെ 4 മണിയോട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കാലത്ത് 7:30 വീണ്ടും തുടങ്ങി. അത് പിന്നെ നീണ്ടു തന്നെ. അങ്ങനെ വർഷങ്ങളോളാണ് രാത്രി പണി. ഉറക്കുളച്ചിട്ട് മനുഷ്യൻ എന്താ പറയുക, ജീനീഷൊക്കെ പറയും, ജനിച്ച വഴിക്ക് വീട്ടുകാർക്ക് കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ല എന്ന് ചോദിക്കും. അത്രയ്ക്ക് ഈ സ്വർണ്ണപ്പണിക്കാർക്ക് അത്രയ്ക്ക് വെറുത്തു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി കുറേ പിള്ളേരുണ്ടാവും. പാലക്കാട് നിന്നുള്ളവരും ഒറ്റപ്പാലത്ത് നിന്നുള്ള പല പിള്ളേരുണ്ടാവും. അപ്പോൾ നമ്മളോട് ഇവിടെയുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ ക്രിസ്റ്റോഫറിൻ്റെ അവിടേക്ക് രാത്രി 2 മണിക്ക് പണിയുടെ ഇടയിലേ ഒരു ഗ്യാപ്പ്, ഒരു റെസ്റ്റ് കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും, റെസ്റ്റല്ല, വിശക്കും. രാത്രി ഒക്കെ വിശക്കുമ്പോൾ അവിടെ തട്ടുകടയുണ്ട്, മാമൻ്റെ തട്ടുകട. അവിടെ പോയിട്ട് ഞങ്ങളുടെ ആവശ്യമുള്ളതൊക്കെ കഴിക്കും. ദോശയും ഇറച്ചിയും കൊള്ളിയും എന്ന് പറഞ്ഞാൽ കപ്പ, ഈ വക സാധനങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ ഒരു കാലം. എന്തിനു വേണ്ടി സത്യത്തിൽ അത് ആലോചിക്കും, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ രാത്രി മുഴുവൻ ഉറക്കുളച്ചിട്ട് മനുഷ്യൻ വീഴ്ച തുറന്നെന്ന്. ഓണത്തിന് വരെ പണിതിട്ടുണ്ടെന്നല്ലേ, ഓണത്തിന് വരെ പണിതിട്ടുണ്ടെന്ന്. ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് സ്വർണ്ണപ്പണി ഇന്ന് പണിതിട്ടുണ്ട്. കാലം അങ്ങനെയൊക്കെ ആയിരുന്നു. മീൻ വറുത്ത് കഴിഞ്ഞു തോന്നുന്നു. അതിൻ്റെ മണം എൻ്റെ അടുത്ത് തരുന്ന പാകമായി എന്ന് തോന്നുന്നുണ്ട് എനിക്ക് കേട്ടാ. പ്ലേറ്റിലേക്ക് ആ എല്ലാടക്കം അങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചോ. വേപ്പലൊക്കെ വെച്ച് വറക്കണേനേക്കാൾ എത്രയോ സുഖാലത്. എടുക്കലും എളുപ്പം. കണ്ട ഇടുക്കലും കഴിഞ്ഞ് കണ്ട അതിൽ വെളിച്ചെണ്ണ അധികം അത്ര വെളിച്ചെണ്ണ ആക്കേണ്ട ആവശ്യമില്ല. വേണ്ടോ അനുഭവമായില്ലേ. എടുക്കലും കഴിഞ്ഞു. കൊള്ളി അടപ്പത്ത് വയ്ക്കാം. അടിയിലേക്ക് അടുപ്പ് പോവും. അല്ല അടുപ്പല്ല, ഈ സാധനം കലം പോവും. ഏതെടുപ്പ വലുത്? ഇതിന് വലുതായിരിക്കും ഇറങ്ങി കറക്റ്റ്. അപ്പൊ അത് കഴിഞ്ഞു. അത് ഇങ്ങടെ ഇറക്കാം. ഇറക്കി വെച്ചേ. കൂട്ടാൻ ഇറക്കി വെക്കണു. കൂട്ടാൻ ഇറക്കണതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു 4 കുഞ്ഞേ ഉള്ളി, വെളുത്തുള്ളി ഇല്ലാട്ടാ, ചുമന്നുള്ളി ചതയ്ക്കുക, നന്നായി ചതയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടേ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇങ്ങനെ ചേർക്കുക. ഇനി ഇത് കുറച്ച് അരമണിക്കൂർ ഇങ്ങനെ മൂടി വയ്ക്കണം. അത് നടക്കുമോന്ന് അറിയില്ല. നമുക്ക് കൊള്ളിയാവണ വരെ ഉപ്പിട്ടിട്ട് വയ്ക്കാം. അല്ല, അത് ഊറ്റിക്കളയാളതല്ലേ. ആളുകൾ പറഞ്ഞു എന്ത് ഉപ്പിട്ടിട്ട് വേണം ഊറ്റിക്കളയെന്ന് പറഞ്ഞാ. ഉപ്പിട്ടിട്ട് വേവിക്കണം, എന്നിട്ട് ഊറ്റിക്കളയണം. അതെ, ജസ്റ്റ് ഒരു അതിന് തിളയ്ക്കുമ്പോഴല്ലേ നമ്മൾ ഊറ്റിക്കളയാ. എന്നിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിക്കുക. പിന്നെ അധികം വെള്ളം വേണ്ട, മൂടി. കൊള്ളിയിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മറന്നു പോയി. വെള്ളം കൂടുതലായി തരുതേ. അല്ല, ഊറ്റിക്കളയാനുള്ളതല്ല, അപ്പൊ കുഴപ്പമില്ല. കൊള്ളി കണ്ട അതിങ്ങനെ ഒരു തളച്ചല്ലോ. അപ്പോഴേക്കും അവൻ വെന്തു. നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാട്ടാ. ഒറ്റ തള വേണ്ട ആൾക്ക്.
നമ്മൾ കൊള്ളി കാച്ചാൻ പോണ ചീരടപ്പ് വെച്ച് തീ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയിലേക്ക് കടുകിടണം. ആകുമ്പോൾ പൊട്ടിച്ചോ വേപ്പിയെടുത്തോ. വറ്റൽമുളക് ആദ്യമുണ്ടായിരുന്നു സാറില്ല. അതിലേക്കിട അത് ഇതിലേക്ക് ഒഴിച്ചാ പോലെ. അയ്യോ ചട്ടിയിലിരുന്ന എനിക്ക് ഒഴിച്ചാ എന്നിട്ടാ അതിലേക്ക് ഇടണ്ട ചേട്ടാ, അതിലേക്ക് ഇടല്ലേ ചേട്ടാ, അതിന് ഇതിലേക്ക് ഇട് പ്ലീസ്. ഇരുമ്പ് ചേട്ടിലേക്ക് ഇടല്ലേ, അതിൽ ഇതാവുന്ന കേക്കുണ്ടോന്ന് നോക്കിയേ. വെള്ളമുണ്ട്, ആ വെള്ളം അതിൽ പറ്റിക്കോളും. നല്ല ഭംഗിയില് കാണാൻ. ഇവിടെ ചട്ടിയിലിരിക്കണതാ ഭംഗി. ചട്ടിയിൽ കാണില്ല, കുഴിന് പരന്ന ചട്ടിയാണ്. അല്ല തൊടുമ്പോഴേക്ക് അവന്റെ കളർ നോക്കിയാ വിടുമ്പോ വേണ്ട ഭംഗിയണ്ട. 1/2 മണിക്കൂറായോന്ന് അറിയില്ല ചേട്ടാ, പക്ഷെ തുറന്നു. അപ്പൊ ചരിത്രപരമായ ഒരു മാറ്റത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തുട്ടാ ഈ കൊള്ളി മഞ്ഞക്കോരയിട്ട് ആരും കഴിച്ചിട്ടുണ്ടാവില്ല. ഈ കൊള്ളിയിലേക്ക് ഒന്നും വേണം തോന്നുന്നു. ഈ കൊള്ളി വെറുതെ തിന്നാം. ഇത്രയും പച്ച കൊള്ളി കിട്ടില്ല ആർക്കും. നോക്കിയേ, നമ്മുടെ മീൻ കറി എടുക്കാൻ പോകണ്ട. തരാ ഇതെടുത്ത ഭയങ്കരമായ സാധനം. ഇത് മീൻ മറന്നത് എടുക്കാം. ഏതാ നന്നായി മൊരിഞ്ഞത്? ഇതാണ് നന്നായി മൊരിഞ്ഞത്. എനിക്ക് മൊരിഞ്ഞത് തന്നെ വേണം. സംഭവം ആളുകളെ കൊതിപ്പിക്കുന്നു. കൊള്ളി വായിലിട വേണ്ട. കൂട്ടാന്റെ ടേസ്റ്റ് പറയും. കൂട്ടാൻ അടിപൊളി ഗംഭീര കൂട്ടാനാണ്. അതിന്റെ ചാറ് ആ മീൻ കഴിച്ചു നോക്കിയേ. മീൻ ഭയങ്കര ചൂടാ. നീ കഴിച്ചോ? ഇന്ന് കഴിച്ചു നോക്കിയേ. കഴിച്ചോക്ക്. ഞാൻ ചാറ് കഴിച്ചു നോക്കിയതാ. അല്ല കൊള്ളി അടക്കം കഴിച്ചു നോക്ക്. ഭയങ്കര ചൂടാ. കൊള്ളിയും ചൂടാ, കൂട്ടാനും ചൂടാ. ഫാനില്ല. അപ്പൊ ചൂടുണ്ടല്ലേ. ചെറിയൊരു കാറ്റ് കൊള്ളിപ്പിച്ചു. കഴിച്ചിരിക്കും. മീൻ കഷ്ണത്തിന്റെ ടേസ്റ്റ് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ചേരം കൂടി പിടിക്കണ്ടേ. വരഞ്ഞിട്ടുള്ള കാരണം പിടിച്ചിട്ടുണ്ടാവും അല്ലേ? രസല്ലേ? സാധാരണ നമ്മൾ മഞ്ഞക്കോര കഴിക്കുന്ന പോലുള്ള കൂട്ടാനല്ല അത്. മഞ്ഞക്കോര കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞ പണ്ട് ഒരു മീനും കിട്ടിയില്ലെങ്കിലേ വെക്കുള്ളൂ. ഗതി കേട്ടിട്ട് ആരെങ്കിലും ചോദിക്കുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അയലക്കത്തുള്ളവരൊക്കെ അങ്ങോട്ടും എന്നിട്ട് കൂട്ടാൻ അങ്ങനെയൊക്കെ ചോദിക്കും, വിളിച്ചു ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ മഞ്ഞക്കോര അങ്ങനെ പറഞ്ഞ മഞ്ഞക്കോരയാ. വേറെ മീനും കിട്ടിയില്ലേ ചേച്ചിക്ക്? നമ്മുടെ ചേച്ചി വേറെ മീനും കിട്ടിയില്ലേ? അങ്ങനെ പറയാം. എങ്ങനെയുണ്ട്? വറുത്തൊക്കെ അടിപൊളിയായി. ഇനി എല്ലാവരും വാഴലയില് മാത്രം വറുത്താൽ മതി കേട്ടാ. സ്വല്പം കൂടുതലുണ്ടല്ലോ മീനിന്റെ. മീൻ വറുത്തല് നമ്മള് ചോറിലേക്ക് കഴിക്കുമ്പോ കുഴപ്പമില്ല. നമ്മുടെ ചോറിൽ ഉപ്പില്ലല്ലോ. അതൊന്നും ഇതിനൊരു തടസ്സമല്ലാട്ടാ. എല്ലാം കൊണ്ടും ഗംഭീരമായിന്റെ. ചോറിനാണ് ഇനി ഇത് മതി. ഈ കൂട്ടാൻ്റെക്ക് അല്ല ഈ ടൈപ്പ് വെപ്പിലേക്ക് വറ്റ പിന്നെ കൂടുതൽ എന്ത് മീനിട്ടാലും രസമുണ്ടാവും. ഭയങ്കര രസമായിരിക്കും കേട്ടാ. മറ്റേ ചൂര അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഏത് മീനിട്ടാലും രസമുണ്ടാവും. സൂപ്പറായിട്ട്. അപ്പം നിങ്ങൾ കഴിച്ചോ, അല്ല നിങ്ങൾ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. മീൻ വറക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. മഞ്ഞക്കോരനെ തള്ളിക്കളയേണ്ട. മഞ്ഞക്കോര പുലിയാണ്. നിർത്താം നമുക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.